ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വലിയേട്ടൻ ബാംഗ്ലൂരിലേക്ക് വന്നെ പ്രമാണിച്ച് ഞാൻ ആദ്യമായിട്ട് ചിക്കൻ സ്റ്റൂ ട്രൈ ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് തോന്നി നിങ്ങൾക്കും കൂടി ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് ചിക്കൻ സ്റ്റൂ ആണ്. അതിന് വേണ്ടി നമ്മൾ ഉരുളക്കിഴങ്ങ്, സവോള, ക്യാരറ്റ്, പിന്നെ നമ്മളുടെ ബീൻസ്, ഇത്രയാണ് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി നീട്ടത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമ്മൾ സ്റ്റൂവിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു 6-7 കാഷ്യൂനട്ട് ഇത്തിരി വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. നമ്മൾ കുക്കറിലാണ് ഈ സ്റ്റൂ ചെയ്യണത്, പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മുടെ ഡ്രൈ സ്പൈസസ്, അതായത് ഗ്രാമ്പൂ, ബേ ലീഫ്, കറുകമ്പട്ട, പിന്നെ ആ സ്റ്റാർ ഒഴിക്കുന്ന സാധനം, എനിക്ക് അതിൻ്റെ പേരറിയാൻ പാടില്ല, അത്, ഏലക്കായ, ഇത്രയും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അത് ടക്ക് ടക്ക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്തെന്നായിരുന്നു, ഗാർലിക്, വെളുത്തുള്ളി, ഇത്രയും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കുക്കറിൽ തന്നെ ചെയ്യണോണ്ട് പെട്ടെന്ന് വെന്തോളും. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് ചെറിയ ചെറിയ പീസായിട്ട്, അതായത് സ്റ്റൂവിന് ആവശ്യമുള്ള സൈസുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ ചിക്കൻ ഭയങ്കരമായിട്ട് ഇളക്കണ്ട. അതിൻ്റെ കൂടെ ആ ചിക്കൻ്റെ ആ ഒരു പിങ്കിഷ് കളർ മാറിയിട്ടൊരു വൈറ്റ് കളർ കാണില്ലേ, ജസ്റ്റ് ഒന്ന് ചൂടായി ഇങ്ങനെ വെന്ത് തന്നെ ആ ഒരു ഇതുപോലെ ഒരു 2 മിനിറ്റിലാവും അത്രയും. ആ വൈറ്റ് കളർ കാണുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുക, നല്ലോണം വേവാൻ വേണ്ടിയിട്ടും ഉപ്പ് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടും. അതിനകത്തേക്ക് പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കണേ കശുവണ്ടിപ്പരിപ്പ്, അതും കൂടി ഞാനിട്ട് അരച്ചതാണ് ഈ കാണുന്നത്. അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ വേവുന്ന രീതിയിൽ, അതായത് ഒരു 70 to 80% ചിക്കൻ വേവുന്ന വരെ കുക്കറിൽ എനിക്ക് തോന്നുന്നു ഒരു ഹൈ ഫ്ലെയിം, ഒരു ലോ ഫ്ലെയിം ഇട്ട് അടിക്കുമ്പോഴത്തേക്കും അത്രയും ആവും. ചിക്കൻ്റെ ഇതനുസരിച്ച് പല ചിക്കന് പല വേവാണല്ലോ. വെന്തോന്ന് നോക്കുക. ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടിക്കുക. ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. സ്റ്റൂ ആയതുകൊണ്ട് നല്ലപോലെ വെന്ത് പോവരുത് ചിക്കൻ, അതും ശ്രദ്ധിക്കണേ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ്, ബീൻസ്, ക്യാരറ്റ്, സവോള, ഉരുളക്കിഴങ്ങ്, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തേക്കുന്നത്. ചിലതിനകത്തേക്ക് കോളിഫ്ലവർ, ബ്രോക്കലി, കോണൊക്കെ ആഡ് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട്. ബേബി കോൺ കേട്ടോ, നോർമൽ കോൺ, സ്വീറ്റ് കോൺ അല്ല, ബേബി കോണൊക്കെ ആഡ് ചെയ്തും കണ്ടിട്ടുണ്ട്. നമ്മളിതൊരു 5 പേർക്കുള്ള സ്റ്റൂ ആണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തത്. നിങ്ങളുടെ കണക്കനുസരിച്ച് എടുത്താൽ മതി. നമ്മളുടെ ആ ഒരു മിക്സ്ചർ നല്ലപോലെ ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് സെക്കൻഡ്, അതായത് അത്ര തിക്കല്ലാത്ത തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. 2ാം പാലാണ് നമ്മൾ തേങ്ങയാണെങ്കിൽ എടുക്കേണ്ടത്, അതല്ല കോക്കനട്ടിൻ്റെ മറ്റേ പൗഡറാണ് എടുക്കണമെങ്കിൽ അത്ര തിക്കല്ലാത്ത രീതിയിൽ. ഞാൻ ലാസ്റ്റ് ആ പാനിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഫുള്ളായിട്ട് വന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നമ്മുടെ വെജിറ്റബിൾസ് വേവുന്ന രീതിയിൽ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്തിട്ട്, പിന്നെ ഇത്തിരി കശുവണ്ടിപ്പരിപ്പ് ഞാനൊരു രസത്തിന് വേണ്ടി ആഡ് ചെയ്താൽ നിർബന്ധമില്ല. കശുവണ്ടിപ്പരിപ്പും റേസിൻസും ഹോട്ടലിലൊക്കെ കിട്ടുമല്ലോ സ്റ്റൂവിനകത്ത്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. അത് നിർബന്ധമൊന്നുമില്ല. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അത് വേവിക്കാൻ വേണ്ടി ഒന്നുകൂടെ നമ്മുടെ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം.
ഇപ്പം നമ്മുടെ സ്റ്റൂ കണ്ടോ, വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നു, സ്റ്റൂവിൻ്റെ ഒരു കളർ തന്നെ മാറി. ചിക്കനും നല്ലപോലെ കുക്കായി വന്നു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് കട്ടിപ്പാൽ, അതായത് 1 പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ തേങ്ങ പിഴിഞ്ഞാണ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. ഇനി ജസ്റ്റ് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പും ആക്ച്വലി നിർബന്ധമുള്ളതല്ല, ഒരു സ്റ്റൂവിന് മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റെപ്പൊന്നും അല്ല ഇത്. പക്ഷേ ഉണ്ടെങ്കിൽ ആ ഒരു സ്വാദ് കുറച്ചൊന്ന് എൻഹാൻസ്ഡ് ആവും, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് ഞാനത് നമ്മുടെ ഈ സ്റ്റൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കഴിച്ചു നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.